ഫഅമ്മാമൻ അഅ്താ, കൊടുക്കേണ്ട മേഖലകളിലൊക്കെ സമ്പത്ത് ചെലവഴിച്ച മനുഷ്യൻ അവൻ നല്ലവനാണ്. അവനെ പറ്റിയാണ് അള്ളാഹു പറയുന്നത്. രണ്ടാമത്തെ തഫ്സീർ അമ്മാമൻ അഅ്താ എന്ന് പറഞ്ഞിടത്ത് ബഹുമാനപ്പെട്ട റാസി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, സമ്പത്ത് മാത്രല്ല നൽകിയത്, ശരീരത്തിന്റെ വിഹിതവും നൽകിയിട്ടുണ്ട്. എന്ത് നൽകിയെന്നുള്ള പറഞ്ഞിട്ടില്ലല്ലോ, അമ്മാമൻ അഅ്താ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ രണ്ടെണ്ണം നൽകിയിട്ടുണ്ട്. ശരീരം നൽകേണ്ട ഹക്കുകളിൽ ശരീരത്തിന്റെ ഹക്കും, സമ്പത്തിന്റെ ഹക്ക് നൽകേണ്ടടുത്ത് സമ്പത്തിന്റെ ഹക്കും നൽകിയിട്ടുണ്ട്. സമ്പത്തിന്റെ ഹക്കിൽ മുഖ്യമായതാണ് സക്കാത്ത്. സക്കാത്ത് കൊടുക്കുന്നതിൽ മുസ്ലിങ്ങൾ വളരെ പിറകോട്ട് പോയതാണ്. പാവങ്ങളൊക്കെ അങ്ങനെ പാവങ്ങളായിട്ട് അങ്ങനെ മാറാനുള്ളൊരു കാരണം. നമ്മളെ കേരളത്തിലുള്ള മുസ്ലിം വ്യാപാരികളെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ ഒരുപാട് ആളുകളുണ്ട്. കച്ചവടക്കാരും വാർഷിക വരുമാനം കൂട്ടി നോക്കുമ്പോഴും അതുപോലെ തന്നെ വാർഷികമായിട്ട് അവർ കൊടുക്കേണ്ട സക്കാത്ത് കൂട്ടി നോക്കുമ്പോഴും ഇഷ്ടംപോലെ സക്കാത്തുള്ള ആൾക്കാരുണ്ട്. ചിലരെന്ത് ചെയ്യുന്ന പറയും, നിങ്ങൾ ഈ റമദാൻ മാസമായാലും കുറച്ച് 10ന്റെ നോട്ടും കുറച്ച് 50ന്റെ നോട്ടും കുറച്ച് 100ന്റെ നോട്ടും ചില്ലറായി കൊണ്ടുവന്നു. ചെറിയ ആൾക്കാർ വരികയാണെങ്കിൽ 10ന്റെ നോട്ടും കൊടുക്കും. കുറച്ചുകൂടി ഒരു മുന്തിയ ആൾക്കാർ വരികയാണെങ്കിൽ 50ന്റെ നോട്ട് കൊടുക്കും. നല്ലോണം വലിയ ആളുകളാണെങ്കിൽ 100ന്റെ നോട്ടും കൊടുക്കും. ഇതൊന്നും സക്കാത്താവൂല. സക്കാത്ത് കുട്ടികൾ കൊടുത്താൽ വിടുവോ? സക്കാത്ത് കുട്ടികൾ കൊടുത്താൽ വിടൂലല്ലോ. സക്കാത്ത് നൽകേണ്ട അവകാശികൾക്കല്ലേ കൊടുക്കേണ്ടത്. കുട്ടികൾ എന്ന് പറഞ്ഞാൽ മക്ഫിയും ബിനഫഖ, മറ്റുള്ളവരെ ചെലവിന്റെ കീഴിൽ ജീവിക്കുന്നവരാണ്. അവർക്ക് എങ്ങനെ സക്കാത്ത് കൊടുത്താൽ വിടുന്നത്? ഞാനിപ്പോ ഉദാഹരണമായിട്ട് പറയാം, എന്റെ കീഴില് അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും മക്കള് നല്ല ജോലിയൊക്കെ എടുക്കാൻ പറ്റിയ മക്കൾ നിങ്ങളെ കീഴിൽ താമസിക്കുന്നുണ്ട്. ചെലവ് കൊടുക്കണമൊക്കെ നിങ്ങളാണ്. മക്കൾക്ക് എന്താവും, കാര്യമായിട്ട് ജോലി എടുക്കാനുള്ള ആഫിയത്തൊന്നുമില്ല. പക്ഷെ ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ട്. അവരമ്മളാ പോറ്റി വളർത്തുന്നത്. ഞമ്മക്ക് കൊടുക്കേണ്ട സക്കാത്തിന്റെ വീതം ഓൾക്ക് കൊടുക്കാൻ പറ്റുമോ? വിടൂല. തല്ലിമീൻ കൊടുത്താലും വിടൂല. മുഅല്ലിമീൻ കൊടുത്തൂലേ? വിടും. സ്വതക്ക കൊടുക്കോൽക്കൊക്കെ സ്വതക്ക കൊടുക്കണം. സ്വതക്ക കൊടുക്കേണ്ട ആൾക്കാർ. സക്കാത്തിന്റെ വിഹിതം എന്ന് പറഞ്ഞാല് നാട്ടിൽ ഫിത്ർ സക്കാത്തും അങ്ങനെ തന്നെ. ഫിത്ർ സക്കാത്തോ കൊടുക്കുന്ന ഒരു കഥയാണ്. അത് പറഞ്ഞപ്പോ സംഗതി ആയത്ത് പൂർത്തിയാക്കാനില്ല. ഏതായാലും പറഞ്ഞതിൽ ആ കൂട്ടത്ത് പറയട്ടെ. സമ്പത്തിന്റെ ഹക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഫിത്ർ സക്കാത്ത് എന്ന് പറഞ്ഞാല് ഈ ഏർവാടിന്നും അതുപോലെ അജ്മീറിനും കൊണ്ടുവരുന്ന അരി കൊടുക്കുമ്പോൾ കൊടുക്കാനുള്ളതല്ലേ. അത് കുറച്ച് ആണ്ട് കൊടുത്താൽ കുറച്ച് അങ്ങോട്ട് എവിടക്കത് കൊടുക്കണത്? അവകാശികൾക്കാ കൊടുക്കേണ്ടത്. അവകാശികളായിട്ട് ഇന്ന് നാട്ടിൽ കാണുന്ന ആൾക്കാർ 4 അല്ലെങ്കിൽ 5 വിഭാഗം: ഫക്കീർ, മിസ്കീന്, കടക്കാരൻ, പുതുമുസ്ലിം, യാത്രക്കാരൻ. ആ സമയത്ത് ഹലാല യാത്ര ഉദ്ദേശിച്ചാൽ മുസാഫിർ ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. പുതുമുസ്ലിം ചില നാട്ടിലൊക്കെ ഉണ്ടാവും. അപ്പൊ നാളെ എന്നോട് ഒരാൾ ചോദിച്ചു, സാധേ ഞങ്ങളെ നാട്ടിൽ ഒരു പുതുമുസ്ലിമാണ് ആകേണ്ടത്. ഞാൻ പറഞ്ഞു, നിങ്ങളെ നാട്ടിൽ എല്ലാവരും വിഹിതം അയാൾ കൊടുക്കണം. അപ്പൊ എത്ര ലോഡ് അരി ഉണ്ടാവും വെച്ചു. ഉണ്ടായിക്കോട്ടെ, ഇസ്ലാമിന്റെ ലക്ഷ്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനാണ്. അല്ല, അതാ ഞാൻ പറഞ്ഞത്, ഒരു നേർച്ചന്റെ അരി വർക്കത്തിന് കൊടുക്കുമ്പോൾ കുറച്ച് കൊടുക്കാനുള്ളതല്ല. ദാരിദ്ര്യ നിർമ്മാർജ്ജനം നടക്കണമെങ്കിൽ എന്ത് വേണം? അവകാശികൾക്ക് തന്നെ കൊടുക്കണം. ഒരു മഹല്ലിലെ എല്ലാരും ഫക്കീറാവോ? എന്താ നിങ്ങൾ പറയാത്ത? എല്ലാരും ഫക്കീറാവോ? ഞങ്ങൾ ആ പേരൊക്കെ തന്നാണ് നമുക്ക് ആർക്കെങ്കിലും കൊടുക്കാം. എല്ലാരും ഫക്കീറാവോ? ഇല്ലല്ല. എല്ലാരും മിസ്കീനാവോ? ഇല്ല. അപ്പൊ നിശ്ചയിച്ച ആളല്ലേ ഉണ്ടാവുള്ളൂ. ആ ആളുകളെ കണ്ടെത്തി തന്നെ കൊടുക്കണം. ഉദാഹരണമായിട്ട് ഒരു മഹല്ലില് ആകെ 3 ഫക്കീറേ ഉള്ളൂ. എണ്ണി തിരിഞ്ഞ് തപ്പി തെരഞ്ഞു നോക്കും. എന്താ ഫക്കീറും മിസ്കീനും അല്ലാത്തവരെ മാറ്റം? ഒരാൾ ഫക്കീറും അല്ല മിസ്കീനും അല്ല എന്ന് പറയണമെങ്കിൽ ഏതാ അതിന്റെ പരിധി? ഫത്തുൽ മീൻ പറഞ്ഞേ പറയാം. ഒരു ഉംറുൽ ഗാലിബ് ജീവിക്കാനുള്ള സാമ്പത്തികമായ സ്രോതസ്സുള്ള ആള്, അയാളെ ഫക്കീറും ആയി കൂട്ടാൻ പറ്റൂല, മിസ്കീനും. ഉംറുൽ ഗാലിബ് എത്ര? ഒരു 60 കൂട്ടാ. ഇനിയിപ്പോ മേലോട്ട് ഒരു 70 ഒന്ന് പറയണ്ട. അങ്ങനെയൊക്കെ ഒറ്റടി ചിലതൊക്കെ പോലുള്ളൂ, ബാക്കിയൊക്കെ ഫീസാല. ഒരു 63 കൊല്ലൊക്കെ ജീവിക്കാൻ മാത്രമല്ലേ
ഒരു സാമ്പത്തിക സ്രോതസ് റെഡിയാക്കി വെക്കാനോ വരുമാനം ഉണ്ടായാൽ മതി. ആ വരുമാനത്തിൽ അങ്ങനെ ജീവിച്ചു പോകാൻ പറ്റും. അങ്ങനത്തെ ലെവലുള്ള അയാള് ഫക്കീറും അല്ല, അയാൾക്ക് മാത്രമല്ല കേട്ടോ ആശ്രിതർക്കും, ഫക്കീറും അല്ല മിസ്കീനും അല്ല. ഇനി അയാൾക്ക് വാങ്ങാൻ ഒരു ഗ്യാപ്പ് ഉണ്ട്. കടക്കാരനായ വാങ്ങാൻ, അയാള് കടക്കാരനായ എന്താ കടം? അയാളൊരു സ്ഥാപനം കൊണ്ടുവരക്കുന്നുണ്ട്. സ്ഥാപനത്തിന്റെ ആൾക്കാർ വന്നിട്ടില്ലല്ലോ, കൊണ്ടുവരക്കുന്നുണ്ട്. അവിടെ ഉണ്ട്, കടണ്ട്, സ്ഥാപനം നടത്തി കടണ്ട്. ഞാൻ വകുപ്പിലുണ്ടെങ്കിലും ഇങ്ങോട്ട് കൊടുത്താലും മതി. കടല് സ്വന്തത്തിലുള്ള കടം, മറ്റു ആവശ്യങ്ങൾക്ക്, ദീനീയ ആവശ്യങ്ങൾക്ക് കടം. അപ്പൊ ഞാന് എന്റെ അയൽവക്കക്കാരന് കടം കൊടുത്തു. എന്തിന്? അയാള് ഹോസ്പിറ്റലിൽ പോകാണ്, വലിയ ഒരു സംഖ്യ വേണം ട്രീറ്റ്മെന്റിന്. അപ്പൊ അയാൾക്ക് ഞാൻ കടം കൊടുത്തു. ഇപ്പോ ആ കടക്കാരെന്നുള്ള ബേസിൽ എനിക്ക് സക്കാത്ത് വാങ്ങാം. എന്റെ പേരുള്ള കട അല്ലത്, അയാൾ കൊടുത്ത കട. അപ്പൊ എന്തിനാ ഇസ്ലാം ഇങ്ങനെ വെച്ചത്? അത് ആവശ്യമുള്ള ആളുകൾക്ക് കടം കൊടുക്കുമ്പോ ഇങ്ങനെ ഒരു പ്രോത്സാഹനം ഉണ്ടെങ്കിൽ ആ വിഷയം പിന്നീട് പ്രചോദനമുള്ള വിഷയമാകുമല്ലോ. അതിനാണ് സ്വന്തത്തിനോ മറ്റുള്ളവർക്കോ വേണ്ടി ഹലാലായ മാർഗത്തിൽ കടം വന്ന ആള് അയാൾക്ക് വാങ്ങാം, മുതലാളിക്കൊക്കെ വാങ്ങാം. പുതു ഇസ്ലാമിക്ക് അങ്ങനെ കണക്കില്ല, കൊടുക്കാം. പുതു മുസ്ലിം സമ്പന്നനാണെങ്കിലും കൊടുക്കണം എന്നാണ്. കാരണം പുതു മുസ്ലിമിന് സമ്പത്തില്ലെങ്കിൽ മാത്രം കൊടുക്കണം എന്ന ലെവലിലല്ല അത്. പുതു മുസ്ലിമിന്റെ വീട്ടില് സക്കാത്തൊക്കെ ഇങ്ങനെ കിട്ടി വരി വരിയായി ചാക്ക് ഇങ്ങനെ വെച്ചപ്പോഴാണ് അവന്റെ അഞ്ചൻ വരുന്നത്. അനുജൻ ചോദിച്ചത് എവിടുന്ന? അതല്ലേ ഞാൻ എന്നോട് പറഞ്ഞത്, ഇങ്ങനെ നോക്കി നടന്നോ, കൊറേ കാലായില്ലേ, ഇത് മുസ്ലിങ്ങളൊക്കെ തന്ന സക്കാത്ത. സുബ്ഹാനല്ലാഹ്, എനിക്ക് തന്ന സക്കാത്തോ? ഇതെന്താ വിൽക്കണമെങ്കിൽ എനിക്ക് വിൽക്കാം, ഉപയോഗിക്കണം എനിക്ക് തന്നാണ്. ഈ കണ്ണ ഈ 10-15 ചാക്കരിയോ? അതെ, എന്നാ ഞാനും വരും. അത് ഇസ്ലാമിക കണക്കൊന്നുമില്ല അങ്ങനെ. പായതായപ്പോഴും എന്താ നാട്ടില് പറയാ? നാട്ടിലെന്താണ് അയാളെ പേര്? അയാള് മരിച്ചാലും പറയാ പുതു മുസ്ലിം മരിച്ചിട്ടോ പറയും. അറിയില്ലേ? 15 കൊല്ലം നമ്മളെ നാട്ടിൽ വന്ന ഒരാള് 15 കൊല്ലം മരിച്ചു, പുതു മുസ്ലിമാണ്. എന്താ ആൾക്കാർ പറയാ? ആ പുതു മുസ്ലിം മരിച്ചിട്ടോ. പുതു മുസ്ലിം എന്നുള്ള ആ ഒരു ഒപ്പിലാക്കി അങ്ങനെ കൊടുക്കണം. അങ്ങനെ പറയാ, കുഴപ്പമൊന്നുമില്ല. അറിയാൻ വേണ്ടി പറയാം. ആരാ മരിച്ചു വെച്ചപ്പോ അറിയാൻ വേണ്ടി നമ്മൾ പറഞ്ഞു, പെട്ടെന്ന് അറിയാൻ വേണ്ടി. അയാളെ പേര് പറഞ്ഞ പേര് നാട്ടിലേക്കൊന്നും അറിയില്ല. അയാളെ പേരുണ്ട്, ശരിക്കും ഒരു മുസ്ലിമിന്റെ പേരുണ്ട്. ഇങ്ങനെ പറഞ്ഞ അയാളെ തിരിയുന്നെങ്കിൽ അങ്ങനെ പറയാം, കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മളോട് വന്ന് ചോദിച്ചൊരാള് ഇവിടെ ഏതെങ്കിലും ഒരു പുതു മുസ്ലിം ഉണ്ടോ വെച്ചാൽ അതാ ഇന്നൊരാള് പുതു മുസ്ലിമാണെന്ന് പറയിച്ചു കൊടുക്കും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. നല്ല ആവശ്യങ്ങൾക്ക് വേണ്ടി പറയാം. അതൊരു ചോദ്യമാണ്, അത് ചോദിക്കേണ്ട ചോദ്യം. നമ്മളെ ചുറ്റുവട്ടത്തിൽ എവിടെയും ഫക്കീർ മിസ്കീൻ ഇല്ലേ? അടുത്ത മഹലിൽ പോവാൻ. ഇല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഇല്ലെങ്കിൽ പറഞ്ഞോളി, ഉള്ള സ്ഥലം ഞാൻ പറഞ്ഞേണ്ട. ഈ പരിസരങ്ങൾ കുറെ മഹല്ലത്തിലുണ്ട്, ഫക്കീറും ഉണ്ട് മിസ്കീനും ഉണ്ട്. ഫക്കീർ എന്ന് പറഞ്ഞാൽ അതിന്റെ പരിധി എത്ര? ഒരു കുടുംബത്തിന് കഴിയാൻ ശരാശരി ഒരു 3 അംഗ 4 അംഗ കുടുംബത്തിന് കഴിയാൻ ശരാശരി 500 വേണമെന്ന് കുട്ടികൾ. 500 ഒരു ചെറിയ ചെലവ് പറഞ്ഞാൽ വലിയ ചെലവല്ല, ചെറിയ ചെലവ്. എല്ലാ ചെലവും കൂട്ടണേ, ഹോസ്പിറ്റലൊക്കെ കൂട്ടി ഒരു ദിവസത്തെ ചെലവ് കൂട്ടിയ ഇയാൾക്ക് ഒരു 200 ഒക്കെ ഒരു ദിവസം വെക്കും. 500 കിട്ടേണ്ടടുത്ത് എത്ര വെക്കും? 200 വെക്കും. ബാക്കി 300 അയാൾക്ക് ഒക്കൂല എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളൂ. അത്തങ്ങനെ ഒപ്പിച്ചു പോകുന്ന ആളാണ്, അയാളാണ് ഫക്കീർ. ഇത്ര ഗതിയുണ്ട്. മിസ്കീൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി മുന്നോട്ടാണ്. അയാൾ ഫക്കീർ അല്ലല്ലോ, മിസ്കീനാണ്. പക്ഷേ ഫക്കീറിനെക്കാളും കൂടുതൽ ഉണ്ടാകലും മിസ്കീന്മാരാണ്. മിസ്കീന്റെ അവസ്ഥ എന്താ? അയാൾ ഒരു 100 കൂടി ഇങ്ങോട്ട് കൂട്ടുക, അല്ലെങ്കിൽ 150 കൂടി. 500 വേണ്ടെടുത്ത് ഒരു 350 400 ഒക്കെ വെക്കും. ഒരു 100ന്റെ കുറവേ ഉള്ളൂ. അപ്പോ കുറഞ്ഞൊരു കുറവുള്ള ആളല്ലോ, വലിയ ഒരു സാമ്പത്തിക സദസ് വലിയൊന്നുമില്ല, ഒപ്പിച്ചങ്ങനെ പോകും. അങ്ങനെയുള്ള മിസ്കീന്മാരും നാട്ടിലുണ്ട്, ഫക്കീർമാരും ഉണ്ട്. അപ്പൊ ഒരു നാട്ടില് 3 ഫക്കീറാണ് ആകെ ഉള്ളതെന്ന് കുട്ടികൾ. എന്നാൽ ആ നാട്ടില് മഹല്ലത്തിൽ മൊത്തം നോക്കുമ്പോ
300 ആൾക്ക് ഫിത്ർ സക്കാത്ത് കൊടുക്കാണ്ടെങ്കിൽ 300 എന്നല്ല ഉണ്ടാകുക, 300 ആളെ ഫിത്ർ സക്കാത്ത് ഉണ്ടെങ്കിൽ ആ 300-ൽ നിന്ന് 300 കുടുംബം ഓരോ വിഹിതം ഈ 3 ആളുകളിലേക്ക് വന്നാൽ എത്രയായി? അതാണ് ഇസ്ലാം ദാരിദ്ര്യ നിർമ്മാർജ്ജനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സത്യത്തിൽ ആ കിട്ടുന്ന ആൾക്ക് വല്ലാത്തൊരാശ്വാസമായി. ചെറിയ ആശ്വാസം എന്നല്ല, വല്ലാത്ത ആശ്വാസം. അങ്ങനെ വർഷാവർഷം കിട്ടുമ്പോ അയാൾ ഫഖീർ എന്നുള്ള അവസ്ഥയിൽ നിന്ന് മാറും. അതുകൊണ്ടാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലത്ത് സക്കാത്ത് സ്വീകരിക്കാൻ ആളില്ലാത്ത അവസ്ഥ വന്നത്. വിവിധ പ്രദേശങ്ങളിൽ നിന്ന് കിട്ടിയ സ്വത്ത്, മദീനയാണല്ലോ കേന്ദ്രം, മദീനത്തേക്ക് അയച്ചപ്പോ ഉമർ റളിയല്ലാഹുവിന് തിരിച്ച് കത്തെഴുതി ചോദിച്ചു, അവിടുത്തെ സമ്പത്ത് എന്തിനാ ഇങ്ങോട്ട് അയച്ചത്? അത് അവിടെയുള്ള പാവങ്ങൾക്ക് കൊടുക്കാനുള്ളതല്ലേ എന്ന് ചോദിച്ചപ്പോ അവിടുത്തെ ഗവർണർമാരെ മറുപടി, ഇവിടെ അങ്ങനത്തെ ഒറ്റൊന്നിനും കാണാനില്ല. അതെന്തേ കാണാനില്ലാതായത്? കറക്റ്റ് ആയിട്ട് അവർക്ക് കൊടുത്തിട്ട് അവരൊക്കെ സമ്പന്നരായി മാറി. ഫക്കീർ മിസ്കീന്റെ തലങ്ങളിൽ നിന്ന് ഉയർന്നു. ഓരോ വർഷം കിട്ടിയിട്ട് അങ്ങനെ ഉയർന്നു വന്നു. പിന്നെ അവര് നല്ല സമ്പത്തുള്ള, ഇനി സക്കാത്ത് സ്വീകരിക്കാൻ വകുപ്പില്ലാത്ത ഒരു മേഖലയിലേക്ക് അള്ളാഹു കൊടുത്ത നിയമത്ത് കൊണ്ട് ഉയർന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇനി ആ സമ്പത്ത് വേറെ ഏതെങ്കിലും വകുപ്പിൽ ചെലവഴിക്കാന്ന് പറഞ്ഞു. അപ്പൊ സമ്പത്ത് എത്ര കൊടുത്തെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഒരു ടൗണിൽ തന്നെ കച്ചവടം ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന് ഒരു വർഷം തികഞ്ഞിട്ട് കിട്ടുന്ന കച്ചവടത്തിന്റെ ആ സക്കാത്തിൽ നിന്ന് ഒരു വിഹിതം, കച്ചവടത്തിന്റെ സക്കാത്തിന് ഒന്നല്ലേ, ഒരുപാട് സക്കാത്തിന്റെ വിഹിതം ഉണ്ടല്ലോ, കച്ചവടത്തിന്റെ സക്കാത്തിൽ നിന്ന് കിട്ടുന്ന ആ ഒരു വിഹിതം ആ ആള് താമസിക്കുന്ന മഹല്ലത്തിലെ ഒരു 3 ഫക്കീർ 3 മിസ്കീന് കൊടുക്കുകയാണെങ്കിൽ എത്ര ആശ്വാസം ഉണ്ടാവും? അത് തന്നെ ആ കച്ചവടം ചെയ്യുന്ന ആള്, അയാളെ കച്ചവടത്തില് ഒരു ദിവസത്തെ ലാഭവിഹിതം തന്നെ 20,000 25,000 രൂപകളുണ്ട്. ചെറുതാ പറഞ്ഞിട്ടോ, വലുതുള്ള വേറുണ്ട്, ചെറുതാണ്. 25,000 ഒരു ദിവസം ലാഭവിഹിതം ഉണ്ടെങ്കിൽ ഒരു കൊല്ലം അയാളെ കച്ചവടം ഇങ്ങനെ പൂർത്തിയാകുമ്പോ മുതൽ മുടക്കും ഇടയിൽ കിട്ടിയ ലാഭവും തമ്മിൽ കൂട്ടി നോക്കുമ്പോ എത്ര കൊടുക്കാണ്ടാവും? ഇഷ്ടംപോലെ കാത്തിർക്കാണ്ടാവും. ഇന്നലെ പിന്നെ ഒരാൾ വിളിച്ചു, ഗൾഫിൽ നിന്ന് വിളിച്ചിട്ട് ചോദിച്ചു, അവിടെ ഒരു കച്ചവടം ഉണ്ട്, പക്ഷെ ഓരോ കച്ചവടം എങ്ങനെയാന്ന് വെച്ചാല് സാധാരണ സ്റ്റോക്ക് കച്ചവടത്തിന്റെ കൊല്ലാല് കാണാണ്ടാവില്ല. അങ്ങനെ ഇറ്റങ്ങനെ പോകണാണ്, ഓരോ മാസം അങ്ങനെ പോകും. അപ്പൊ അതിന് സക്കാത്തുണ്ടോന്ന് വെച്ചു. സക്കാത്ത് ഉണ്ടാവില്ല എന്നൊരു കരുതി, സക്കാത്തുണ്ട് പറഞ്ഞു. അങ്ങനെ മുതൽ മുടക്ക് എന്നൊരു തുകല്ലേന്ന് വെച്ചാൽ ഉണ്ട്. ഇത്രയും മുതൽ മുടക്ക് വരിക, മുതൽ മുടക്ക് കുറച്ചേ ഉണ്ടാകുള്ളൂ. ഒരു പിന്നെ 2 ലക്ഷം റിയാലോ 3 ലക്ഷം റിയാലൊക്കെ ഉണ്ടാകുള്ളൂ. പിന്നെ ആ കൊണ്ടുപോകുന്ന കച്ചവടത്തിന്റെ ലാഭവിഹിതം അതുണ്ട്. മുതൽ മുടക്കിലേക്ക് ലാഭവിഹിതം കൂട്ടിയിട്ട് ഉള്ളതിന്റെ 2.5% സക്കാത്ത് കൊടുക്കാം. ഒരു തുണിക്കച്ചവടക്കാരൻ കൊല്ലാവസാനം അയാളെ വർഷം തികയണ ഷാബാൻ 1-ന്, ഷാബാൻ റജബ് 30-നാണ് അയാൾ തുടങ്ങിയത്, ഷാബാൻ 1-ന് കൂട്ടി വർഷം തികഞ്ഞു. ഷാബാൻ 1-ന് അയാള് വീടിലുള്ള എല്ലാ തുണിന്റെയും വില കൂട്ടാത്ര പോരണ്ടോ, ഒന്ന് അടിച്ചു നോക്കിയാ പോലെ. കമ്പ്യൂട്ടറിൽ അടിച്ചാൽ കിട്ടൂല, എത്ര സാധനം ഉണ്ട്. അടിച്ചു നോക്കുമ്പോ ആ ടെക്സ്റ്റൈൽസിൽ എത്ര വിലയുടെ വസ്തു ഉണ്ട്? ഏകദേശം 50 ലക്ഷത്തിന്റെ വിലയുണ്ട്. ചെറിയ ടെക്സ്റ്റൈൽസ് പറഞ്ഞ വലുതല്ല, വലിയ വെഡിങ് മാളൊന്നല്ല, ചെറുത് പറഞ്ഞ 50 ലക്ഷത്തിന്റെ സാധനങ്ങൾ മുതൽ മുടക്കിയ വസ്തുക്കൾ അടക്കം കൂട്ടിയിട്ട് സൗകര്യങ്ങൾ കൂട്ടണം. വില ചെലവഴിച്ചൊക്കെ ഏതടക്കം കൂട്ടണം? AC അടക്കം കൂട്ടണം. അതല്ലേ, AC അടക്കം കൂട്ടണം. ഡെക്കറേഷൻ അടക്കം കൂട്ടണം, ഡെക്കറേഷൻ അടക്കം. അവിടെ സെൽഫുണ്ട്, സെൽഫ് അടക്കം. അങ്ങനെ പിന്നെ ഈ കാശ് സ്വീകരിക്കാൻ വേണ്ടി കൊണ്ടുവന്ന മേശ അടക്കം, ഇതൊക്കെ കൂട്ടണം. എല്ലാം മുതൽ മുടക്കണമൊക്കെ. ഇത് കൊണ്ടുപോകും ചെയ്യല്ലോ, നുള്ളി പെറുക്കിട്ട്. അപ്പോ ഇതൊക്കെ കൂട്ടിയിട്ട് 50 ലക്ഷം ഉണ്ട് എങ്കിൽ എത്ര സക്കാത്ത് കൊടുക്കണം? നിങ്ങളൊന്ന് പറഞ്ഞാണ്. ഇത് പഠിക്കേണ്ട ക്ലാസ്സല്ലേ, എത്ര കൊടുക്കണം? 50 ലക്ഷത്തിന്റെ 2.5% ഇനിയിപ്പോ കാൽക്കുലേറ്ററിൽ കൂട്ടണല്ലോ.
1.25 ലക്ഷം. 1.25 ലക്ഷം എന്ന് പറഞ്ഞാൽ 1,25,000. അയാളെ നാട്ടിൽ പോയി, അയാളെ മഹല്ലിൽ അയാൾ പോയി. മഹല്ലിൽ ആളെ പോയപ്പോ 2 സ്ഥലത്തും കൊടുക്കാം, താമസിക്കുന്ന സ്ഥലത്തും കൊടുക്കാം, ജോലി 2 സ്ഥലത്തും കൊടുക്കാം, ഇഷ്ടമുള്ളത് കൊടുക്കാം. ആൾ കിട്ടണേ വാങ്ങി ചെയ്യും. ആൾക്കാർ കിട്ടിയാലാവും പോലെ ഉണ്ടാവും. മഹല്ലത്തിൽ ആള് പോയി നോക്കുമ്പോ കുറച്ചൊക്കെ ഒരു സമ്പന്ന വിഭാഗമുള്ള മഹല്ല. ആളിങ്ങനെ എണ്ണി തിട്ടപ്പെടുത്തി നോക്കുമ്പോ 2 ഫക്കീറും ഉണ്ട്, 2 മിസ്കീനും ഉണ്ട്. ഉദാഹരണം പറയണ്ടോ? കടക്കാരനെ കുട്ടി നോക്കുമ്പോ കടക്കാരൻ 3 ആളുണ്ട്. അപ്പൊ ഒരു വിഭാഗത്തിൽ ഏറ്റവും ചുരുങ്ങിയത് 3 കൊടുക്കണം എന്നാണ്. 3 ആളില്ല, 2 ആളുള്ളെങ്കിൽ 3-ാമത്തെ ഒരാളെ വിഹിതം കൂടി 2 ആൾക്കും കൂടി കൊടുക്കണം. അങ്ങനെയാണ്. ഒറ്റ ആളില്ലെങ്കിൽ ആ വിഭാഗത്ത് തേടി വേറെ സ്ഥലത്തേക്ക് പോകാന്നാണ്. ഒരു വിഭാഗത്തിന്റെ മറ്റേ വിഭാഗത്തിന് കൊടുത്തോണമെന്നില്ല. അപ്പൊ മിസ്കീനും കടക്കാരുള്ളെങ്കിൽ ഫക്കീറിന്റെ പേരിലേക്ക് മടക്കണമെന്നില്ല. ആ ഫക്കീറിനുള്ള വിഹിതം മറ്റു മഹലിലേക്ക് കൊടുക്കാം അവിടെ അല്ലെങ്കിൽ. അപ്പൊ 2 ഫക്കീറും 2 മിസ്കീനും ഒരു 3 കടക്കാരുള്ളെങ്കിൽ ഈ ഉള്ള 1.25 ലക്ഷം ഇവർക്കാണ് ഇപ്പൊ ചെലവാക്കണം. അപ്പൊ ഒരാൾക്ക് എന്ത് കൊടുത്തു? 2 ആൾക്കാർ കൊടുക്കാണ്. 2 ഫക്കീർമാരെ വിളിച്ചിട്ട് വിഹിതം വെച്ചിങ്ങനെ വിഹിതം വെച്ച് നോക്കിയിട്ട് കണക്ക് ശരിക്കും കറക്റ്റ് ആക്കിയിട്ട് ഓരോരുത്തരുടെ വിഹിതം കറക്റ്റ് ആക്കിയിട്ട് ഒരു ഫക്കീറിനെ വിളിച്ച് 20,000-ഉം മറ്റേ ഫക്കീറിനെ വിളിച്ച് 20,000 കൊടുത്തു. 40,000 കൊടുത്തില്ല, ഇങ്ങനെ കൊടുത്തു. ഈ 20,000 ഉപയോഗപ്പെടുത്തിയിട്ട് ആ ഫക്കീർ എന്ത് ചെയ്തു? നല്ല ഒരു ജോലി നേടി. നിങ്ങൾ നോക്കി, ഇസ്ലാം ഇങ്ങനെ ഉയർത്തുന്നത്. നല്ല ഒരു ജോലി നേടിയിട്ട് പിറ്റത്തെ കൊല്ലം അയാളെ അന്വേഷിച്ച് മറ്റയാൾ വന്നപ്പോ അയാൾ പറഞ്ഞു, എനിക്കിപ്പോ സക്കാത്ത് നിങ്ങൾ തന്നാൽ ശരിയാവും തോന്നുന്നില്ല. അതെന്തേ? നിങ്ങൾ കഴിഞ്ഞ കൊല്ലം തന്ന 20,000 കൊണ്ട് ഞാനൊരു കച്ചവടം വേറെ തുടങ്ങിയിട്ട് ഇപ്പൊ ഞാനും സക്കാത്ത് കൊടുക്കേണ്ട ആളാണ്, ഞാനിപ്പോ ഫക്കീറിന്റെ അവസ്ഥയിൽ നിന്നൊക്കെ മാറിയിട്ടുണ്ട് എന്ന് അയാൾ പറഞ്ഞു. ഞങ്ങൾ മിസ്കീനായി കൂട്ടാൻ പറ്റുമോ? അതും ഇന്നെ കൂട്ടാൻ പറ്റാൻ ചാൻസ് ഇല്ല. കാരണം അള്ളാഹു തആല 20,000 തന്നെ എനിക്ക് നല്ല ഉയർച്ച തന്നു. കഴിഞ്ഞ കൊല്ലം കിട്ടിയ വരുമാനം തന്നെ ഉണ്ട്, 4-5 ലക്ഷം ഉണ്ട് എന്നാണ് പറഞ്ഞു. ഇനിയിപ്പോ ഉള്ള സ്വത്ത് ആ കിട്ടിയ സ്വത്ത് നോക്കുന്നതായിട്ട് കൂട്ടി നോക്കുമ്പോ ഏകദേശം ഒരു ഉംറുഖാലിബ് ജീവിക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക്. ഇതാണ് ഇസ്ലാം ഉദ്ദേശിക്കുന്നത്. മറ്റേ ആളും അതേ രൂപത്തിൽ പുരോഗതിപ്പെട്ടു വന്നു. അങ്ങനെ 2-3 കൊല്ലം കൊണ്ട് ഇങ്ങനെയുള്ള ഫക്കീർമാരെയും മിസ്കീന്മാരെയൊക്കെ നല്ല നിലവാരത്തിലേക്ക് ഉയർത്താനാണ് ഈ സക്കാത്ത്. കൊടുക്കേണ്ടത് കൊടുത്തിട്ടില്ലെങ്കിലോ അത് ഭയങ്കര ദുർഗതിയല്ലേ? കൊടുത്തിട്ടില്ലെങ്കിൽ വലിയ പരാജയമല്ലേ, ചെറിയ പരാജയമൊന്നുമല്ല. അപ്പൊ സക്കാത്ത് കൊടുക്കണം, ഫിത്ർ സക്കാത്ത് കൊടുക്കണം. ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ അർഹതപ്പെടാത്ത ആളുകൾ ഉണ്ടാകും എന്നുള്ളത് അപൂർവം ചില ആൾക്കാരുണ്ടാകും. ഫിത്ർ സക്കാത്ത് ബന്ധിക്കുന്നത് പെരുന്നാളിന്റെ രാവും പകലും ഉള്ള ചെലവുമായി ബന്ധപ്പെട്ട് നോക്കിയിട്ടാണ്. പെരുന്നാളിന്റെ രാവും പകലും കഴിച്ചുകൂടാൻ പറ്റിയ ചെലവും അവർക്കും ഓരോ കുടുംബത്തിനൊക്കെ ഉണ്ട്. അങ്ങനെ കൂട്ടി നോക്കുമ്പോ മിച്ചുണ്ട്. അപ്പൊ ചിലര് പറയും, കീശയില് പോക്കറ്റില് പണമായിട്ടില്ല, പണമായിട്ട് വേണ്ട, സമ്പത്ത് എന്ന അർത്ഥത്തിൽ പരിഗണിക്കപ്പെടാവുന്നതൊക്കെ അതിന്റെ പരിധിയിൽ വരും. കീശയിലൊരാൾക്ക് കാശൊന്നുമില്ല, പിന്നെ അയാൾക്ക് ഇഷ്ടം പോലെ സ്വത്തുണ്ട്, എന്നാ അയാള് സമ്പന്നൻ തന്നെയാണ്. ആ സ്വത്ത് ഉപയോഗപ്പെടുത്താലോ, കൃഷി ചെയ്യാലോ, വാടക കൊടുക്കാലോ, പലതും ചെയ്യാലോ, കിട്ടുന്ന വരുമാനങ്ങളൊക്കെ. അപ്പൊ മറ്റൊരു ഭാഗത്ത് കടമുണ്ട് എന്ന് കരുതിയിട്ട് സക്കാത്തിന്റെ വുജൂബ് അതുകൊണ്ട് തടയപ്പെടുകയും ഇല്ല, സക്കാത്ത് കൊടുക്കേണ്ടി വരും. അപ്പൊ ഇങ്ങനെ ഓരോ മഹല്ലത്തിലും അർഹിച്ച ആളുകൾക്ക് കൊടുക്കേണ്ട വിഹിതം സമ്പത്തിന്റെ ഹക്ക് കൊടുക്കണം. സമ്പത്തിൽ വരുന്ന വേറൊരു ഹക്കായി സക്കാത്ത് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം, മരിച്ചു കഴിഞ്ഞാല് ആദ്യമായി പരിഗണിക്കൽ മുന്തിക്കേണ്ട ഒരു വിഹിതമാണ് സക്കാത്ത്. ബാപ്പ മരിച്ചു, ഉമ്മ മരിച്ചാല് അവരെ സ്വത്ത് ഓഹരി വെക്കുന്നതിന് മുമ്പ് ജനങ്ങൾക്കുള്ള ഹക്കും അള്ളാഹുവിനുള്ള ഹക്കും അത് ആദ്യം അതിൽ നിന്ന് വേർതിരിക്കും. അങ്ങനെ നോക്കുമ്പോ സക്കാത്ത് കൊടുക്കേണ്ട ഹക്കുണ്ട്. അതെങ്ങനെ മനസ്സിലായത്? ബാപ്പാന്റെ പെട്ടി തുറന്നു നോക്കുമ്പോ അതിൽ 5 ലക്ഷം. അപ്പൊ ഉമ്മ പറഞ്ഞു മക്കളോട്, മക്കളെ 5 ലക്ഷം അതിലുണ്ടാവും. ഉണ്ട്. അത് ബാപ്പാക്ക് കിട്ടിയ കാശാണ്.
നേരത്തെ ബാപ്പാന്റെ അടുത്ത് ഒരാൾ കടം വാങ്ങി കൊണ്ടുപോയ കാശാണ്. ആ കാശ് ബാപ്പാന്റെ കയ്യിൽ കൊണ്ടുവന്നു കൊടുത്തത് ബാപ്പ സുഖമില്ലാതെ ക്ഷീണിച്ചൊരവസ്ഥയിലാണ് കൊണ്ടുവന്നു കൊടുത്തത്. പക്ഷെ ഇത് ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ ഉമ്മാനോട് വെച്ച് സക്കാത്ത് കൊടുത്തു, കൊടുക്കാനും ചാൻസ് ഇല്ല. കാരണം അതവിടെ നിന്നോട്ടെ എന്ന് ബാപ്പ പറഞ്ഞു. അതിന് സക്കാത്ത് കൊടുക്കാനുള്ള ഒരു അവസരമൊന്നും ബാപ്പ കിട്ടിയിട്ടുണ്ടാവില്ല. ബാപ്പ അങ്ങനെ രോഗിയായി കടന്നു, ഒരു കുറഞ്ഞ കാലം ജീവിച്ചു, നേരത്തെ കിട്ടാനുള്ള കാശായിരുന്നു. അപ്പൊ കടം കൊടുത്ത അന്ന് മുതലുള്ള ആ വർഷം കൂട്ടിയിട്ട് ബാപ്പ രോഗിയായി കടന്നിട്ടുള്ള വർഷം കുറെ നീങ്ങിയല്ലോ, ആ വർഷങ്ങളും കൂട്ടിയിട്ട് എന്റെ വിഹിതത്തിന് സക്കാത്ത് കൊടുക്കണം. കൊടുത്തിട്ടില്ലെങ്കിൽ, കൊടുത്താലൊക്കെ ഒരു പക്ഷെ അറിയും, എന്റെ ഏതെങ്കിലും രൂപത്തിൽ അറിയും. കൊടുത്തിട്ടില്ലെങ്കിൽ കൊടുക്കണം. സ്വത്തൊരുക്കാൻ എളുപ്പമാണ്, അതിലെ ഹക്ക് വീട്ടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. ഹജ്ജ് വുജൂബായ ബാപ്പയാണ്, ഹജ്ജ് വുജൂബായ ഉമ്മയാണ്, അവരെ സമ്പത്താണ് വീതം വെക്കുന്നത്. എന്നാ ഹജ്ജിനുള്ളത് അതിൽ നിന്ന് ശിഷ്ടം ബാക്കിയാണ്. ഒന്നുകിൽ മക്കളിൽ ആരെങ്കിലും ഞാൻ ചെയ്തോളാം ഹജ്ജ് എന്ന നിലക്ക് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമല്ല, ഓനാ ഹജ്ജ് ചെയ്തോളണം ഏറ്റെടുത്ത അങ്ങനെ. അല്ല ഓല ആരും അത് എല്ലാരും ഹജ്ജ് ചെയ്തോലാ, നീ ആർക്കും അങ്ങനെ ആകൂല എങ്കിൽ സ്വത്തുന്നൊരു വിഹിതം വിറ്റിട്ട് ഒരാളെ പറഞ്ഞേക്കണം. ഹജ്ജ് ചെയ്ത ഒരാളെ കൂലി കൊടുത്തിട്ട് പറഞ്ഞേക്കണം ഹജ്ജ് ചെയ്യാൻ. ഹജ്ജ് വുജൂബായിട്ടുണ്ടെങ്കിൽ അങ്ങനെ വേണം, അല്ലാതെ വീതം വെക്കാൻ കഴിയില്ല. വീതം വെച്ചാല് പെട്ടെന്നാണ് വീതം വെച്ചാ നീ ഓൻ ചെയ്തോട്ടെ ഇവൻ ചെയ്തോട്ടെ 4 തട്ട് കിട്ടും. ഓനാണ് വാപ്പാന്റെ പെൻഷൻ മൊത്തം വാങ്ങി ഓൻ ചെയ്തോട്ടെ. മറ്റോൻ പറയും വാപ്പാക്ക് എവിടുന്ന ഒരു അവാർഡ് കിട്ടിയ പൈസ ഓനാ വാങ്ങിയ ഓർത്തോട്ടെ. പിന്നെ ആരാ ചെയ്യാ? ആരും ചെയ്യില്ല. അതുകൊണ്ട് സമ്പത്തിന്റെ ഹക്ക് അത് കൊടുത്ത ആള് വിജയിച്ചവർ അള്ളാഹു എണ്ണുന്ന ഒന്നാമത്തെ അടയാളം ഫഅമ്മാമൻ അഅതാ. സമ്പത്തിന്റെ ഹക്ക്, ശരീരത്തിന്റെ ഹക്ക് രണ്ടും നൽകിയിട്ടുണ്ട്. ശരീരത്തിന്റെ ഹക്ക്, ആ ശരീരം കൊണ്ട് നിർവഹിക്കാൻ അള്ളാഹു കൽപ്പിച്ച വിഷയങ്ങളിലേക്കൊക്കെ ശരീരത്തെ ചെലവഴിക്കണം. അള്ളാഹുവിന്റെ മാർഗ്ഗം